വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാസ്റ്റല കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഈ ഒരു കേക്കിനായിട്ട് നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ മൈക്രോവേവിൽ 30 സെക്കൻഡ് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അടുപ്പത്ത് വേണമെങ്കിൽ അടുപ്പത്തും ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 5 കോഴിമുട്ടയുടെ മഞ്ഞയും ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദ കൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങൾ വലിയ മുട്ടയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 4 കോഴിമുട്ട ഉപയോഗിച്ചാൽ മതിയാവും. ഞാനിപ്പം 5 കോഴിമുട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയ മുട്ടയാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിലാണ് ഉണ്ടാവുക. 5 കോഴിമുട്ടയുടെ എഗ് വൈറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 1/3 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ടെടുക്കണം. ഈ അടിച്ച് പതപ്പിക്കുന്നതിനിടയിൽ കുറച്ചായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പാകത്തിലാണ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗ് വൈറ്റ് ഉണ്ടാവേണ്ടത്. ഈ എഗ് വൈറ്റിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്കിൻ്റെയും മൈദയുടെയും മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് വിസ്ക് ചെയ്യരുത്, ഇതുപോലെ കറക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത മിക്സ്ചർ നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള എഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു എഗ് യോക്കിൻ്റെ മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു എഗ് വൈറ്റ് മുഴുവനായിട്ട് ഇരുന്ന് പോവും. അത് ഒഴിവാക്കാനായിട്ടാണ് ആദ്യം കുറച്ച് എഗ് വൈറ്റ് ആ ഒരു മിക്സ്ചറിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഈ ഒരു എഗ് വൈറ്റിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ കറക്കി എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വളരെ സിമ്പിൾ മെത്തേഡാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതിനേക്ക് വേണ്ടുള്ളൂ. ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 20x20 ഒരു റെക്റ്റാങ്കിൾ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമുക്ക് ഒരു ടൂത്ത് പിക്ക് ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ട്രേ ഒന്ന് ടാപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇത് വേറെ വലിയൊരു ട്രേയിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഈ ഒരു മെത്തേഡിൽ വേണം ചെയ്യാനായിട്ട്. 150 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ 1 അവർ ബേക്ക് ചെയ്തപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതുപോലെ സ്ക്വയർ ട്രേയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ റൗണ്ട് മോൾഡിലൊക്കെ ഇത് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത്. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.